Hi all, welcome back to our channel. ഇന്നത്തെ എൻ്റെ വിഷയം നോമ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡയറ്റ് ചെയ്ത് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം, വയറ് കുറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇപ്പോഴും എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതായത് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യോ വെയിറ്റ് കുറയ്ക്കാനെന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് എല്ലാവരെയും ഫോളോ ചെയ്ത് പോകാൻ പറ്റില്ല. ഇങ്ങനെയുള്ള വീഡിയോസ് ഇട്ടിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നോമ്പിന് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരേപോലെ നമ്മളെ ക്ലെൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നോമ്പിൽ നടക്കുന്നത്. അത് നമുക്ക് കുറച്ചും കൂടെ ഉപകാരപ്പെടുത്തിയും കൊണ്ട് അഡീഷണൽ ആയിട്ട് വെയിറ്റ് വെച്ചിരിക്കുന്ന വയറുള്ള ആൾക്കാർക്ക് എങ്ങനെ ഇതൊക്കെ കുറയ്ക്കാം, പുരുഷന്മാർക്ക് അവരുടെ ഫിറ്റ്നസ് എങ്ങനെ നിലനിർത്താം, നോമ്പിൽ ഹെൽത്തി ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്തിട്ട് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. പിന്നെ ഒരു കാര്യം, എൻ്റെ ഈ ഹിജാബ് സ്റ്റൈല് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നുണ്ട്, ആവശ്യമുള്ളവർ കയറി കാണാം കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ആപ്പിൾ സൈഡർ വിനീഗർ കറക്റ്റായിട്ട് എങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് വയറ് കുറയ്ക്കാം, വെയിറ്റ് കുറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഈ മേലെ ഐക്കാർട്ടിൽ ഒരു ലിങ്ക് വരും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം ഈ നോമ്പ് തന്നെയാണ്. നോമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ 14 മണിക്കൂറോളം ഭക്ഷണവും വെള്ളവും ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും നമ്മുടെ ശരീരത്തിനെയും കൂടെ ശുദ്ധമാക്കുന്നു, അതിലൂടെ നമ്മുടെ മനസ്സും കൂടെ ശുദ്ധമാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ശരീരത്തിനെ ശുദ്ധമാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 10-11 മാസം നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച്, ഇപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഒരു പാത്രത്തിൽ തുടരെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നാൽ ആ പാത്രം ഭയങ്കര വൃത്തികേടായിരിക്കും അല്ലേ. അപ്പോൾ കഴുകി വെച്ചാൽ ഭയങ്കര ക്ലീൻ ആയിരിക്കില്ലേ. എന്ന പോലെ തന്നെയാണ് നമ്മുടെ ആമാശയം. ഒരു 14 മണിക്കൂറോളം ഫുഡൊന്നും ഇല്ലാതെ ഭയങ്കര റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമൊക്കെയാണ്. ഈ ഒരു സമയം നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ വെയിറ്റ് ഉറപ്പായിട്ടും കുറയ്ക്കാൻ പറ്റും. ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് 10 കിലോ ഷുവറായിട്ടും ഗ്യാരണ്ടി തരാണ് ഞാൻ. ഇത് ചെയ്ത് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് കേട്ടോ ഇത് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഇതിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ സമയത്ത് നിങ്ങൾ ഡയറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും, അതായത് നോമ്പിന് നിങ്ങൾ ഡയറ്റും ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ നിങ്ങൾ എക്സസൈസും, ചിലവർ പറയും എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, ഒരിക്കലും നോമ്പ് എടുക്കുന്ന ആ സമയത്ത് നിങ്ങൾ എക്സസൈസ് ചെയ്യരുത്. കാരണം എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് വെള്ളം വിയർപ്പിലൂടെ നഷ്ടപ്പെടുന്നുണ്ട് അല്ലേ. നമ്മൾ ഇത്രയും മണിക്കൂർ വെള്ളം ഒന്നും കുടിക്കാതെ ഇരിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നിർജ്ജലീകരണം, അതായത് ഡീഹൈഡ്രേഷൻ സംഭവിക്കുകയും തലയിൽ നിന്നൊക്കെ വെള്ളം പോയി കഴിഞ്ഞാൽ ആള് മരിക്കാൻ വരെ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ടാണ് ഓരോരുത്തർ ഈ ചൂടിൽ കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. ഇതുപോലെ ശരീരത്തിൽ നിന്നും ചൂടുത്ത് നിന്നിട്ട് വെള്ളം ഒരുപാട് ശരീരത്തിൽ നിന്നും പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. സോ എക്സസൈസസ് ഒഴിവാക്കുക. ആ എക്സസൈസ് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ നമസ്കാരങ്ങൾ ഒരു എക്സസൈസ് ആണ്. നോമ്പിന് നമ്മൾ അഡീഷണൽ ആയിട്ട് തറാവീഹ് കുറേ നമസ്കരിക്കുന്നുണ്ട്, അത് നമുക്കൊരു എക്സസൈസ് തന്നെയാണ്. എന്ന് വിചാരിച്ചിട്ട് അത് എക്സസൈസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന് പറയുന്നതല്ല കേട്ടോ. അപ്പം ഇനി അടുത്തായിട്ട് നമ്മൾ നമ്മുടെ അത്താഴത്തിന് എന്തൊക്കെ കഴിക്കണം എന്നുള്ളത് നോക്കാം. അത്താഴത്തിന് നന്നായിട്ട് ഫുഡ് കഴിച്ച് നോമ്പൊക്കെ എടുത്തിട്ട് വെയിറ്റ് കുറഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ലോജിക്ക് ഇല്ല. അപ്പോൾ നമുക്ക് അത്താഴത്തിന് ഫുഡ് പക്ഷേ കഴിക്കുകയും വേണം. കാരണം അതാണ് നമ്മുടെ ബ്രെയിൻ ഫുഡ്. ആ ദിവസത്തെ ഫുള്ളായിട്ട് നമുക്ക് എനർജി തരുന്ന ഒരു ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്താഴം കഴിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് കൂടാൻ സഹായിക്കുന്ന സാധനങ്ങളെ ഒഴിവാക്കിയിട്ട് നമ്മുടെ വയറ് ഫില്ലാവുന്ന പോലെയും നമുക്ക് എനർജി തരുന്ന പോലെയുള്ള ഫുഡാണ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുമ്പോൾ ബദാം നമുക്ക് എടുക്കാം. ഒരു 10 ബദാം നിങ്ങൾ എടുക്കുക അത്താഴത്തിന്. ഈ ബദാം കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൽ കാർബോഹൈഡ്രേറ്റ് അധികം ഇല്ല. അതുപോലെ നമുക്ക് ഒരുപാട് വിശപ്പ് തോന്നാതിരിക്കാനും വയറ് ഫില്ലായിട്ട് ഇരിക്കാനും അങ്ങനെ ഒരു സംഭവമാണ് നമ്മുടെ ഈ ബദാം എന്ന് പറയുന്നത്. നമ്മുടെ കൊളസ്ട്രോളിനെ ഒരുപാട് കമ്മിയാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ബദാം. വയസ്സായ ആൾക്കാർക്കൊക്കെ ബദാം കൊടുക്കുന്നത് നല്ലതാണ്. അതായത് ഏജിങ് ആവുന്നതിനെ തടസ്സപ്പെടുത്തുന്നതും ബദാം ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്നിനൊക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ബദാം ഒരു 10 എടുക്കുക. ഇതുപോലെ തന്നെ ഈത്തപ്പഴം ഡേറ്റ്സ്. ഈ ഡേറ്റ്സിൽ അടങ്ങിയിരിക്കുന്ന ഫ്രക്ടോസ് നമുക്ക് അന്ന് ഫുള്ളായിട്ടുള്ള എനർജി നൽകാൻ സഹായിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് ക്ഷീണമോ ടയേർഡോ വിശപ്പോ ഒന്നും തോന്നില്ല. ഇനി ഡയറ്റ് ചെയ്യാത്തവർ, നോമ്പിന് ഭയങ്കര വിശക്കുമെന്ന് പേടിയുള്ളവർ, സാധാ നിങ്ങൾ കഴിക്കുന്ന നോർമൽ ഫുഡിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ഡേറ്റ്സും അതേപോലെ തന്നെ ഈ ബദാമും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്തെങ്കിലും ഒരു ജ്യൂസും കൂടെ കുടിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ചായയൊക്കെ ഭയങ്കര നിർബന്ധമുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചായയും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷെ ഉറപ്പായിട്ടും ഷുഗർ നിങ്ങൾ എന്തായാലും ഒഴിവാക്കണം. ഷുഗറിന് പകരം ഷുഗർ ഫ്രീ ഇടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരോട് ഒരിക്കലും നിങ്ങൾ ഷുഗർ ഫ്രീ യൂസ് ചെയ്യരുത്. അത് നിങ്ങൾ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആക്കുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ രാവിലത്തെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ ഇപ്പോൾ പഴമൊക്കെ കഴിക്കുകയാണെങ്കിൽ, പഴം വിശപ്പിനെ കൂട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ, നേന്ത്രപ്പഴമൊക്കെ കഴിക്കുകയാണെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കാൻ പറയുന്നത്. കഠിനമായിട്ട് 10 കിലോ എന്തായാലും കുറച്ചേ മതിയാവുള്ളൂ എന്നുള്ളവർക്ക് ഈ 2 സാധനം, ഒരു ജ്യൂസും തന്നെ ധാരാളം. അത്
അതല്ല കുറച്ചൊരു ആവറേജ് ആയിട്ട് വെയിറ്റ് ഒക്കെ കുറച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതിന്റെ കൂടെ ഓട്സ് എന്തെങ്കിലും കഞ്ഞി പോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. ഒരുപാട് നിങ്ങൾ തിക്കായിട്ട് ഉണ്ടാക്കിയ ഓട്സ് നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പം അതിന് പകരം എന്ത് ചെയ്യാന്ന് വെച്ചാൽ നല്ലോണം വെള്ളം കലർത്തിയിട്ട് വെള്ളം പോലെ ഒരു ബോട്ടിലാക്കിയിട്ട് വാങ്ങി കൊടുക്കുന്നവരെ വേണമെങ്കിൽ കുടിച്ചുകൊണ്ടിരിക്കാം. ഇതിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്സ് കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇല്ലാതെ ഇഷ്ടത്തോടു കൂടെ കഴിക്കാനും പറ്റും. വെള്ളം ഒരുപാട് ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നിർജ്ജലീകരണത്തിൽ നിന്നും രക്ഷപ്പെടാനും സഹായിക്കുന്നതാണ് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞ് നോമ്പിന്റെ ടൈമാണ്. ഇതിൽ നമ്മൾ ഇടയിലൊക്കെ നമസ്കാരം കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇനി നോമ്പ് തുറക്കുന്ന സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും നേരം നമ്മൾ ഫുഡൊന്നും കഴിക്കാതെ ഒക്കെ ഇരുന്നിട്ട് അവസാനം നമ്മുടെ ശരീരത്തിൽ നിന്നും കൊഴുപ്പ് പുറത്തേക്ക് കരിയിച്ച് കളയുന്ന ആ ഒരു സമയം ആവുമ്പോഴേക്കും കുറേ എണ്ണയിലും വറുത്തതും പൊരിച്ചതും ഒക്കെ കഴിച്ച് മൊത്തത്തിലെല്ലാം എന്താ പറയുക നാശാക്കി കളയുന്ന ഒരു പ്രോസസ്സാണ് ഇതുവരെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ വെയിറ്റ് നോമ്പായിട്ടും കുറയാത്തത് കേട്ടോ. അപ്പോൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ തന്നെ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക. നല്ല ഏതെങ്കിലും ഒരു ജ്യൂസ് കുടിക്കുക. വിത്തൗട്ട് ഷുഗർ തന്നെ ആയിരിക്കണം. പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മഹ്രിബൊക്കെ നിസ്കാരം കഴിയും. ഇതിൻ്റെ കൂടെ തന്നെ ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഈ നോമ്പ് കാലത്ത് ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കാൻ. ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അത്രയും നേരം നമ്മൾ വെള്ളമൊന്നും ഇല്ലാതെ ഇരിക്കുകയല്ലേ, ഈ നിർജ്ജലീകരണം തടയാൻ ഈ ഫ്രൂട്ട്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കഴിക്കുന്ന ഫുഡിൽ നോർമലി നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കുന്നത് ഭയങ്കരമായിട്ട് ഈ എണ്ണയിൽ പൊരിച്ചതും ഇറച്ചി മീനും ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. അതിന് പകരം കൂടുതലായിട്ട് നിങ്ങൾ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യും ഇത്. അതായത് ദഹനത്തിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നോമ്പിന് ഒരുപാട് പേർക്ക് കാണുന്ന ഒരു പ്രോബ്ലമാണ് കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധം കാണും. കാരണം നമ്മൾ അധികം ഫുഡൊന്നും കഴിക്കാതെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ കുറവ് മൂലം ഈ മൂലക്കുരു ഇതുപോലെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഫുഡ്, അതായത് പച്ചക്കറികൾ, ഫൈബറൊക്കെ അടങ്ങിയ പച്ചക്കറികൾ ഒക്കെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ, നാരടങ്ങിയ പച്ചക്കറികൾ കഴിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ഒരു റിലീഫ് കിട്ടുകയും ചെയ്യും. നല്ലൊരു വെയിറ്റ് നിങ്ങൾക്ക് കുറയാനും ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നോമ്പ് തുറന്ന് മഹരിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമല്ലോ, ഹെവി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കഴിക്കാം. അതായത് അവല് അല്ലെങ്കിൽ ഓട്സ്, റാഗി, ഗോതമ്പ്, ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാം. അരി ആഹാരം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഇതന്നെ നമുക്ക് ധാരാളമാണ് അല്ലേ. പിന്നെ ജ്യൂസ്, ഞാൻ പറഞ്ഞ പോലെ ജ്യൂസും കുടിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. ഓട്സ് കഞ്ഞി പോലെ അത്താഴത്തിന് കഴിച്ച പോലെ അതാക്കിയിട്ട് ഒരു പാത്രത്തിലാക്കി വെക്കാം. നമ്മൾ എന്തായാലും തറാവീഹ് നമസ്കാരം ഒക്കെ ഉള്ളതല്ലേ, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ട് കിട്ടാനായിട്ട് ഇതും കൂടെ ഉൾപ്പെടുത്തുക. പറ്റുവാണെങ്കിൽ ഇളനീര് വാങ്ങി കഴിക്കാൻ പറ്റുവാണെങ്കിൽ ഇളനീര് കുടിച്ചാലും നമുക്ക് ദാഹത്തിനെ നന്നായിട്ട് ശമിപ്പിക്കുന്നതാണ്. അത്താഴത്തിന് പറ്റുവാണെങ്കിൽ അത്താഴത്തിന് നിങ്ങൾക്ക് കുടിക്കാം. ഇപ്പോൾ ഇളനീരൊക്കെ വാങ്ങി കുടിക്കാന്ന് പറയുമ്പോൾ ഒരുപാട് പൈസ ഒക്കെ ചിലവാകുന്ന കാര്യമല്ലേ. അപ്പോൾ ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. അതേപോലെ ഫ്ലാക്സ് സീഡ് കുറച്ച് വാങ്ങി പൊടിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന കറികളിലോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, സെപ്പറേറ്റ് കഴിക്കുമ്പോൾ ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഫ്ലാക്സ് സീഡ് സെപ്പറേറ്റ് ആയിട്ട് അല്ലാതെ എന്തെങ്കിലും കറികളിൽ പൊടിയായിട്ട് ഇട്ടിട്ട് കഴിക്കുകയാണെങ്കിലും വെയിറ്റ് ലോസിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന ജ്യൂസിലൊക്കെ നമ്മുടെ ചിയാ സീഡ് കുറച്ച്, അതായത് ഒരു ദിവസം ഒരു സ്പൂൺ എന്ന നിലക്ക് മതി. ചിയാ സീഡ് കുറച്ച് ഉൾപ്പെടുത്തുകയാണെങ്കിൽ, ഇപ്പോൾ നോമ്പ് തുറന്നിട്ട് നിങ്ങൾ ജ്യൂസൊക്കെ കഴിക്കുമ്പോൾ ചിയാ സീഡും കൂടെ അതിലിട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ ഇതും നമ്മളെ വെയിറ്റ് ലോസിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ്സിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എരിവ് പരമാവധി ഒഴിവാക്കുക മീൻസ് ചെറിയ ലെവലിൽ മാത്രം ഇടുക. അതും കുരുമുളക് പൊടി ഇടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. കാരണം നമുക്ക് കൂടുതൽ വിശപ്പ് ഉണ്ടാക്കാനും ഒക്കെ തോന്നുന്ന ഒരു വിശപ്പ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് ഈ എരിവ് സ്പൈസി ആയിട്ടുള്ള ഫുഡിലാണ്. നോമ്പിന് പ്രത്യേകിച്ച് നിങ്ങളത് മാക്സിമം എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മൂലക്കുരൊക്കെ ഉള്ളവർക്ക് ഭയങ്കരമായിട്ടുള്ള ഇടങ്ങേറ് കാര്യങ്ങളുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് നോമ്പെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയൊക്കെ വരും. അതേപോലെ ബ്രോയിലർ ചിക്കൻ നോമ്പിന് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. അതും ശരീരത്തിന് ഭയങ്കരമായിട്ട് ചൂടാണ് തരുന്നത് കേട്ടോ. നാടൻ ചിക്കൻ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ ബ്രോയിലറൊക്കെ ആകുമ്പോൾ കൂടുതലായിട്ട് ചൂടെടുക്കും, ഡീഹൈഡ്രേഷൻ വരും, വലിയ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ വരും. ഇനി പച്ചക്കറികളിലും ഫ്രൂട്ട്സിലും നമ്മൾ കഴിക്കുമ്പോൾ വെള്ളത്തിന്റെ കണ്ടന്റ് കൂടുതലുള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ നോക്കുക. ഇപ്പോൾ ഫ്രൂട്ട്സിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ തണ്ണിമത്തൻ, വത്തക്ക നല്ലോണം വെള്ളമുള്ളതാണ്. പിന്നെ ഇപ്പോൾ പച്ചക്കറി ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കക്കരിക്കൊക്കെ അതിൽ നല്ലോണം വെള്ളത്തിന്റെ കണ്ടന്റ് കൂടുതലുള്ളതാണ്. ഈ കുമ്പളങ്ങ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വെള്ളത്തിന്റെ കണ്ടന്റ് കൂടുതലുള്ളതാണ്. അതുകൊണ്ട് ഡീഹൈഡ്രേഷൻ ആവാതിരിക്കാനും ഇതൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, അരി ആഹാരം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 10 കിലോ കുറഞ്ഞിരിക്കും. നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക്
വെയിറ്റ് കുറവാണെങ്കിൽ നിങ്ങളത് കമൻറ്റിലൂടെ എന്നെ എന്തായാലും അറിയിക്കണം. റിസൾട്ട് കിട്ടുമെന്ന് അത്രയും ഉറപ്പുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും എന്തായാലും നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് ആൾക്കാർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാഹ് ബൈ ബൈ. അസ്സലാമു അലൈക്കും.